വിളയൂരിൽ കുടുംബശ്രീയിൽ വായ്പാ തട്ടിപ്പെന്ന് പരാതി. അംഗങ്ങൾ അറിയാതെ 4 പേർ ചേർന്ന് 15 ലക്ഷം രൂപ വായ്പയെടുത്തെന്നാണ് പരാതി. 16 അംഗങ്ങളുള്ള ഭാവന കുടുംബശ്രീയിലെ അംഗങ്ങൾ 15 ലക്ഷം രൂപ മറ്റംഗങ്ങൾ അറിയാതെ വായ്പയെടുത്തെന്നാണ് പരാതി. വിദേശത്തായിരുന്ന ഒരു അംഗത്തിൻ്റെ വ്യാജ ഒപ്പിട്ടാണ് കനറ ബാങ്കിൽ നിന്നും വായ്പയെടുത്തതെന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു. തിരിച്ചടവ് തെറ്റിയതോടെ അംഗങ്ങൾക്ക് ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തറിയുന്നതെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ കൊപ്പം പോലീസ് സ്റ്റേഷൻ, വിളയൂർ പഞ്ചായത്ത്, കുടുംബശ്രീ ജില്ലാ അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് അംഗങ്ങളായ കെ പി പാത്തുമ്മ, കെ പി ലൈല, പി കമറുന്നീസ, പി ജമീല എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ, പൂവാനിക്കുന്ന് ഭാവന കുടുംബശ്രീ അംഗങ്ങളാണ് എടുക്കാത്ത വായ്പയുടെ പേരിൽ ഭീതിയോടെ കഴിയുന്നത്. കുടുംബശ്രീ പ്രസിഡന്റിനെ മാറ്റാനെന്ന പേരിലാണ് 11 പേരിൽ നിന്നും വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതെന്ന് ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾ വിളയൂർ പഞ്ചായത്തിൽ 4-ാം വാർഡിലാണ്. 4-ാം വാർഡിൽ ഞങ്ങൾ കുടുംബശ്രീ ഭാവന കുടുംബശ്രീയാണ്. ഈ കുടുംബശ്രീ വെച്ചിട്ട് 20 വർഷത്തിൻ്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാവും ഞങ്ങൾ കുടുംബശ്രീ വെച്ചിട്ട്. അതിൽ ഇപ്പോൾ 2 വർഷമായി കുടുംബശ്രീയിൽ നിന്ന് 15 ലക്ഷം റുപ്യ 4 ആൾ എടുത്തിട്ടുണ്ട്. അതിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും 2 അംഗങ്ങളും കൂടിയിട്ടാണ് കുടുംബശ്രീ ലോൺ എടുത്തിട്ടുള്ളത്. ബാക്കി 12 ആളെ അറിയിച്ചിട്ടില്ല. മൊത്തം ഞങ്ങൾ 16 പേരുണ്ട്. 4 പേരെടുത്തേക്കണം. അതിൽ ഞാൻ വിദേശത്തായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇവരോട് ഇൻ്റെ ഒപ്പിട്ടിക്കണോ ലോൺ എടുത്തുക്കണോ ചോദിച്ചപ്പോൾ ഇവരെടുത്തിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ലെറ്റർ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് ലെറ്റർ വന്നിട്ട് വിളിച്ച് ചോദിച്ചേക്ക് പറഞ്ഞത് പ്രസിഡൻ്റല്ല സെക്രട്ടറി പറഞ്ഞത് എന്നോട് എന്താ വെച്ചാൽ പിന്നെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ ലെറ്റർ വന്നിക്കണത് നമ്മൾക്ക് നമ്മൾക്ക് ആദ്യം കുടുംബശ്രീയിൽ കൊറോണ ടൈമിൽ ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലെറ്ററാണ് വന്നിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പിട്ടതിൻ്റെ ലെറ്ററാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പേരിലല്ല എനിക്കൊരു ലെറ്റർ വന്നിക്കണത്, ആ പേരിലാണ് എനിക്ക് ലെറ്റർ വന്നിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ 15 ലക്ഷം 4 ആൾ കൂടിയിട്ട് എടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ രേഖകൾ ഫുള്ള് കാണിച്ചു കൊടുത്തേക്കാണ് എൻ്റെ പേര് എഴുതി ഒപ്പിട്ട രേഖകൾ എനിക്ക് കാണിച്ചത്. അത് ആധാർ കാർഡിൻ്റെ കോപ്പി അയിമെന്നാണ് എൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ആധാർ കാർഡിന് വേണ്ടി ആ ഫോട്ടോ എടുത്തിട്ടാണ് ഇതിന് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇവരൊക്കെ എന്നോട് ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവരൊന്നും ഒപ്പിട്ടിട്ടില്ല. അപ്പം നിങ്ങളൊന്നും ഒപ്പിടാതെ എങ്ങനെയാണ് ഈ ലോൺ പാസ്സാകണമെന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവർ അത് ഞങ്ങളാരും ഒപ്പിട്ടിട്ടില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഞങ്ങൾ തന്നെ വെള്ളപ്പേപ്പറിൽ മാത്രം ഒപ്പിട്ടിട്ടുള്ളൂ. പ്രസിഡന്റിനെ മാറ്റാൻ വെള്ളപ്പേപ്പറിൽ മാത്രം ഒപ്പിട്ടിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ മുദ്ര പേപ്പറിലൊന്നും ഇവരോട് എന്ത് പറഞ്ഞിട്ടാണ് ഒപ്പിടിച്ചിരിക്കണ ഒരു വെള്ള പേപ്പറിൽ പ്രസിഡന്റിനെ മാറ്റാനാണെന്ന് പറഞ്ഞിട്ടാണ്. ഈ പ്രസിഡന്റിനെ മാറ്റാൻ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. വായ്പയുടെ അടവ് തെറ്റിയതോടെയാണ് ബാങ്കിൽ നിന്നും അംഗങ്ങൾക്ക് വിളിയെത്തിയത്. ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മധ്യസ്ഥ ചർച്ചയിൽ വായ്പയെടുത്തവർ തുക തിരിച്ചടയ്ക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. വായ്പയെടുത്ത തുകയുടെ കുടിശ്ശികയടക്കം 10 ദിവസത്തിനകം അടയ്ക്കുമെന്നും ബാക്കി അടവുകൾ തീയതി തെറ്റാതെ അടയ്ക്കാമെന്നും തീരുമാനിച്ചിരുന്നു. എന്നാൽ തിരിച്ചടവ് വീണ്ടും മുടങ്ങിയതോടെയാണ് അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്.